എന്റെ പൊന്നിതെങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. കത്തിക്കയറുകയാണ് സ്വർണത്തിന്റെ വില. ഗ്രാമിന് നോക്കൂ, ഇന്ന് കൂടിയത് 1080 രൂപയാണ്. പവന് കൂടിയത് 8640 രൂപയും. ഇന്നത്തെ വില എത്രയാണെന്ന് ഗ്രാമിന് 16,395 രൂപയാണ്. പവന്റെ വില 1,31,160 രൂപയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ. പ്രദീപ്, ഇത് എങ്ങോട്ടാണ് ഈ പൊന്നും വില പോകുന്നത്? ആര്യ, എങ്ങോട്ടാണെന്ന് അറിയാത്ത പോക്ക് എന്ന് തന്നെ പറയാം സ്വർണ്ണവിലയെ കുറിച്ച് പറയുമ്പോൾ. കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രമാത്രം വിലവർധന ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലവർധന എന്ന് തന്നെ പറയാം. അതായത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലവർധന എന്ന് തന്നെ ഇന്നത്തെ വിലയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഗ്രാമിന് 1080 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പവൻ സ്വർണത്തിന് 8640 രൂപയാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കൂടിയത്. അങ്ങനെ 1,31,160 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വില എന്ന് പറയുന്നത്. ഇത് GSTയും പണിക്കൂലിയും ഒപ്പം ഹാൾമാർക്കിംഗ് ചാർജും എല്ലാം കൂടെ വരുമ്പോൾ ഏതാണ്ട് 1,36,000 രൂപ കൊടുത്തുവെങ്കിൽ മാത്രമേ ഒരു പവൻ സ്വർണ്ണാഭരണം കേരളത്തിൽ കിട്ടാനിടയുള്ളൂ. അമേരിക്ക ഇറാൻ സംഘർഷ സാധ്യതയാണ് വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത്തരത്തിൽ സ്വർണ്ണവില അന്താരാഷ്ട്ര തലത്തിൽ കുതിക്കുന്നതിന് കാരണമായി പറഞ്ഞത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില മുകളിലേക്ക് തന്നെയായിരിക്കും. ഇതുപോലെ അല്ലെങ്കിൽ തന്നെ എന്തായിരുന്നാലും നല്ല കുതിപ്പിന് തന്നെയാണ് സാധ്യത എന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്യുന്നു. അതേസമയം സ്വർണം വിൽക്കുന്ന ആളുകളുടെ എണ്ണം തുലവും കുറഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം വില ഇങ്ങനെ ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും വില കൂട്ടട്ടെ എന്ന് കരുതി അവർ അത് വരും ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നു. സ്വർണം എടുക്കുമ്പോൾ ചില കടകളെങ്കിലും കൂടുതൽ കമ്മീഷൻ ഈടാക്കി തുടങ്ങിയിട്ടുമുണ്ട്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ വിപണി, സ്വർണ്ണ വിപണി എങ്ങനെയായിരിക്കുമെന്നത് പ്രവചനാതീതമാണ്. എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാകും? എന്താണ് ഇതിന് കാരണം? ഇങ്ങനെ കത്തിക്കയറുകയാണ് സ്വർണ്ണവില. അത്രേ പറയാനുള്ളത്. എത്ര വരെ ഈ പ്രതിഭാസം മുന്നോട്ട് പോകും ഒന്നും അറിയാൻ കഴിയില്ല. 2 ലക്ഷം രൂപയൊക്കെ പവനാകുമോ? ആ കാലം വിദൂരമല്ല എന്ന് വേണം ഈ കണക്കുകൾ കാണുമ്പോൾ തോന്നുന്നത്.